ശരി, കേരളത്തിലെ പ്ലാൻ വിജയിക്കുമോ എന്നതിൽ നിലവിൽ വിജയിക്കില്ല എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ ഇതിനെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. കാരണം 2 വർഷത്തെ 5 വർഷത്തെ ഒരു പദ്ധതിയല്ല ബി ജെ പിക്ക് ഒരു ദീർഘകാല പദ്ധതിയാണ്. ആ ഒരു പദ്ധതി അരുണാചൽ പ്രദേശിലൊക്കെ 25 വർഷത്തെ പദ്ധതി എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി പതുക്കെ നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളം അല്പം ധ്രുവീകൃതമായ ഒരു കേരളമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അവിടെ ബി ജെ പിയുടെ സാധ്യതകളാണ് ബി ജെ പി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൽ ഇവിടുത്തെ ഭരണപക്ഷത്തിനും ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണല്ലോ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു, 8 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അത് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അവിടെ 8162 വോട്ടിൻ്റെ ലീഡായിരുന്നു. കഴക്കൂട്ടത്ത് 10842, കാട്ടാക്കടയിൽ 4779, ആറ്റിങ്ങലിൽ 6287. ഒന്നാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇനി തൃശ്ശൂരിലേക്ക് നോക്കുകയാണെങ്കിൽ പുതുക്കാട് 12292, ഇരിഞ്ഞാലക്കുടയിൽ 13959, നാട്ടികയിൽ 13950, തൃശ്ശൂരിൽ 14117, ഒല്ലൂരിൽ 10363, മണ്ണൂരിൽ 8013. അങ്ങനെ രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തെ കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് ഇവിടെയൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു ആ പദ്ധതി ഭാഗികമായി വിജയിച്ചതാണ്. അപ്പോൾ ഈ വോട്ടൊക്കെ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് സി പി എമ്മിൻ്റെ വോട്ടാണ്. സി പി എമ്മിന് കിട്ടിയിരുന്ന വോട്ടുകളാണ്. സി പി എമ്മിനാണ് ആ നഷ്ടം വന്നത്. അതാണ് സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷ വിഭാഗം ബി ജെ പിയിലേക്ക് പോയ സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭൂരിപക്ഷ വോട്ട് കിട്ടാൻ ഇപ്പോൾ സി പി എം മറ്റൊരു തന്ത്രമെടുക്കുന്നത്. നേരത്തെ ന്യൂനപക്ഷത്തിൻ്റെ രക്ഷകരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സി പി എം ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുകയും പലപ്പോഴും ന്യൂനപക്ഷത്തെ ആ തരത്തിൽ കോർണർ ചെയ്യുന്ന പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലൊക്കെ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയെ ഒരു കാലത്തും സി പി എം കണ്ടിരുന്നില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതൊരു വർഗീയ പാർട്ടി എന്ന രൂപത്തിലേക്ക് തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് വരുമ്പോൾ എന്താണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്? ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ സി പി എം സഹായിക്കേണ്ട, 2 പേരുടെയും തന്ത്രങ്ങൾ ഒന്നായാൽ മതിയല്ലോ. 2 പേരുടെ തന്ത്രങ്ങൾ ഒരേ രൂപത്തിലാവുകയാണ്. ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രവും സി പി എമ്മിൻ്റെ തന്ത്രവും ഒന്നാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇവിടെ ജയിച്ചേ തീരൂ. സി പി എമ്മിനെ സംബന്ധിച്ചും 3ാം ഭരണം എന്നുള്ളത് നിർണായകമാണ്. കാരണം 3ാം ഭരണം എന്ന് പറയുമ്പോൾ 3ാം ഭരണം എന്നുള്ളതല്ല, രാജ്യത്താകെ ഉള്ള ഏക ഭരണം എന്നുള്ളത്. അപ്പോൾ അത് നിലനിർത്തുക സി പി എമ്മിൻ്റെയും ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയുള്ള തന്ത്രങ്ങളിലേക്കാണ് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ വരുന്ന പ്രീണനത്തിൻ്റെ രീതി ഇനി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ബി ജെ പി പടിപടിയായി ആളുകളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന പ്ലാൻ ഇല്ല എന്നൊന്നും പറയണ്ട. അവരിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നിറങ്ങിയ സർക്കുലറാണ്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മതാടിസ്ഥാനത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥികളാക്കേണ്ടതിന്റെ ആവശ്യകത ബി ജെ പി സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഘടകം നടത്തിയ സർവേയിൽ ഓരോ പഞ്ചായത്തിലും താഴെ പറയുന്ന എണ്ണം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ ഓരോ വാർഡുകളായി പറയുന്നു. അവിടെ ഇത്ര സ്ഥാനാർത്ഥികൾ, ടോട്ടൽ 47 കണ്ണൂരിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, 47. അപ്പോൾ ഇങ്ങനെ ഈ സർക്കുലർ പലയിടത്തും ഇറങ്ങുന്നുണ്ട്. അല്ല, അത് ഞാൻ വായിച്ചിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ഒരു പ്ലാനും ഇല്ലാതെ നടപ്പിലാക്കുന്നത്. കാരണം അതിനകത്ത് ഒരു വാർഡിലാകെ 4 പേരെ കണ്ടാകെ ബി ജെ പിക്കാരുള്ളൂ. 4 പേര് ക്രിസ്ത്യാനി. അതിനകത്ത് ഒരാളെ പിടിച്ചിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഞാൻ പറയട്ടെ, ആ സ്ഥലത്ത് ശരിക്കും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാൽ അവിടെ അതിനെ തമാശയാക്കരുത്. കാരണം ക്രിസ്ത്യൻ വോട്ട് ഇവർക്ക് പ്രധാനമാണ്. കേരള കോൺഗ്രസിനെ ഇങ്ങോട്ട് എടുക്കാനുള്ള ശ്രമം ബി ജെ പി പല ഘട്ടങ്ങളായി നടക്കുന്നുണ്ട്. നേരത്തെ ഒരു തവണ നടത്തുകയും കേരള കോൺഗ്രസുമായി ചർച്ച നടത്തുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അവർ സുരക്ഷിതരായി അല്ലെങ്കിൽ തൃപ്തരായി ഇപ്പോൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. നാളെ മാറിക്കൂടാ എന്നില്ല. അപ്പോൾ കേരള കോൺഗ്രസ് ആണ് ആത്യന്തികമായ ലക്ഷ്യം. ക്രിസ്ത്യൻ വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട്, നേരത്തെ പറഞ്ഞ 50% വരുമ്പോൾ 80-ൽ ഭൂരിപക്ഷ വോട്ട് മാത്രം പോരാ എന്നുള്ളത് കൊണ്ട് അവിടെ കിട്ടുന്ന ന്യൂനപക്ഷം എന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടാണ്. ആ വോട്ട് കൂടി നേടാനുള്ള ശ്രമം ബി ജെ പി ഉറപ്പായും നടത്തുമെന്നുള്ളതാണ്. അതിനെ ചുരുക്കി കാണുന്നില്ല. പിന്നെ ഈ പറയുന്ന ഈഴവ വോട്ട് കിട്ടാനുള്ള ബി ഡി ജെ എസ് ഇവിടെ വരുന്നു. ബി ഡി ജെ എസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ നന്നായി കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പിന്നെ ബി ഡി ജെ എസിന് 2016 3.9% വോട്ടുണ്ടായിരുന്ന ബി ഡി എസ് വെറും 1%ത്തിലേക്കാണ് 2021 പോയത്. പൊളിഞ്ഞു പോയ ഒരു പാർട്ടിയുടെ പേരാണ് ബി ഡി ജെ എസ്. ശരി, അല്ല, ബി ഡി ജെ എസ് പൊളിഞ്ഞു എന്നുള്ളതല്ല, അതുവഴി ഈഴവരുടെ വോട്ട് നേടാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ വെള്ളാപ്പള്ളിയുടെ റോൾ പ്രധാനമാണ്. വെള്ളാപ്പള്ളി ബി ഡി ജെ എസിന്റെ ഭാഗം
ഭാഗമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളി ആത്യന്തികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി ഒരിക്കലും, കാരണം വെള്ളാപ്പള്ളിക്ക് 100% ഉറപ്പാണ് ഈ പറയുന്ന BJP അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാൾ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും LDF അധികാരത്തിൽ വരുമെന്നുള്ളതുകൊണ്ട് BJPനെ സപ്പോർട്ട് ചെയ്യാൻ നിയമസഭാ ഇലക്ഷന് ചിന്തിക്കുകയില്ല. അല്ല, പുറത്തേക്ക് പറയുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞു. ഈ വർഗീയ പ്രശ്നങ്ങൾ നടത്തിയാൽ മതിയല്ലോ. വർഗീയ പ്രശ്നങ്ങൾ ആത്യന്തികമായി ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഗുണഭോക്താവാൻ ഇപ്പോൾ CPM ശ്രമിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ CPM-നെ വിമർശിക്കുന്നത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ CPM-നെ വിമർശിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം മതിയെന്നേ. വെള്ളാപ്പള്ളി BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറയണ്ട. വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയാൽ മതി. നാട് നീളെ നടത്തി പ്രസംഗം നടത്തിയാലും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യില്ല, ഒരു നടപടി ഉണ്ടാകില്ല. അപ്പോൾ അതിവിടെ തുടരുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ മതി. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. അത് അദ്ദേഹം വളരെ ഭംഗിയായി നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഇപ്പോൾ പറയുന്ന 2026 പൂർത്തിയാകണമെന്നില്ല. 2031 എത്തുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകും. 36 എന്ന് പറയുന്നു. 36 എത്തുമ്പോഴേക്കും ഞാൻ BJP ഇവിടെ എന്തായാലും അക്കൗണ്ട് പിന്നീട് തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ തരത്തിൽ ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സൊസൈറ്റി. നമ്മളിപ്പോൾ വലിയ ആദർശപരമായി സംസാരിച്ചിട്ട് കാര്യമില്ല. ആ രൂപത്തിലേക്ക് സമൂഹത്തെ മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നേതാക്കൾ തന്നെ ഉത്തരവാദിത്തമില്ലാതെ പ്രതികരിക്കുക, ഇടപെടുക ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആശങ്കയോടാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ബീഹാറിൻ്റെ കൂടി തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, ഈ വോട്ട് കൊള്ള എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയിട്ട് എത്രത്തോളം ഇവിടുത്തെ CPM നേതാക്കളെ ഏറ്റെടുത്തത് ശരിയാണ്. ദേശീയ തലത്തിൽ MA ബേബി അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പിറ്റേ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല, പല ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നതാണ്. അത് അന്ന് അതിന് വിഷയമായതാണ്. ഇപ്പോൾ ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അത് ഓർമ്മിക്കപ്പെടുകയാണ്. ഇപ്പോൾ ദേശാഭിമാനിയിലെ തലക്കെട്ടായിട്ട് വരുന്നത് ബീഹാറിൽ പരാജയത്തിന് ഒന്നാം പ്രതി കോൺഗ്രസ് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വെച്ച് കോൺഗ്രസിനെ വിമർശിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ദേശീയ സാഹചര്യത്തിൽ ഈ വലിയൊരു പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ അതിനോട് ഒരുമിച്ച് അതിനെ എതിർക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യവും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന രൂപത്തിൽ മാത്രം പ്രതികരിക്കാൻ നോക്കിക്കോളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പരാജയം, ബീഹാറിലെ കോൺഗ്രസിന്റെ വീഴ്ച, ഇതൊക്കെ ഇവിടെയും പറയുന്നേ. ഇവിടെ പറയുന്ന CPM ആയിരിക്കും. കോൺഗ്രസ് വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ മുന്നണിയാണ്, പിന്നെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? 11 സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക, അതിന്റെ 4 സീറ്റ് അവിടെ എല്ലാവരും തകർന്നിട്ടുണ്ട്. SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. ആകെ ഇടതുപക്ഷത്തിന് ഭരണമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അത് അറിയാവുന്ന പാർട്ടി എന്ന് പറയുന്ന ആരാ? ഈ പറയുന്ന കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഇടതുപക്ഷം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടീനെ വന്നിട്ട് അതിന് സപ്പോർട്ട് മേടിക്കാതെ പരിപാടി, അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ബീഹാറിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കി. ഈ മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിനോട് ഉള്ള സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാതിരിക്കാനുള്ള നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതും ഒരു ഘടകമായിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. രാഷ്ട്രീയത്തിൽ എങ്ങനെയാലും കോൺഗ്രസിനെതിരെ CPM നിന്നല്ലേ പറ്റും. ശരി, നിൽക്കുമ്പോൾ ബീഹാർ ആണോ പറയേണ്ടതെന്നൊരു പ്രശ്നമുണ്ട്. ബീഹാർ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അവിടെ ഇടതിനും വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഇടതും തകർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. CPM-നെതിരെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കേരളത്തിലെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബീഹാർ പോലെ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കിയാൽ കാണും. കോഴിക്കോട് കോർപ്പറേഷനിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി TP ജിഷനാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ലീഗിന്റെ മേയർ സ്ഥാനാർത്ഥി. അതേസമയം സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനു മത്സരിക്കുന്നുള്ളൂ. ഞാൻ എന്റെ സമയമാണ്. CPM CPI ഉണ്ട്. CPI LDF-ലേക്ക് മടങ്ങി വന്നു എന്നുള്ള വാർത്തയെ കൂടി ഒരു തദ്ദേശ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ചു. അപ്പൊ അങ്ങനെ കൗതുകമുള്ള കാര്യങ്ങൾ തദ്ദേശ കാണാം. ഒരു മിനിറ്റ്. ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ എന്നുള്ളത് നേരത്തെ നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടത്തെ BJP-യിൽ ഐക്യമില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ BJP-യിൽ ഐക്യമില്ല. എന്റെ ടൈമിൽ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ ഒരാൾ പ്രസിഡന്റായ അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏക പ്രതീക്ഷ. ഇവിടെ വളരില്ല എന്നുള്ളതിന്റെ ഏക പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരണവിരുദ്ധ വികാരത്തെ മുതലാക്കാൻ കഴിയണമല്ലോ. ഭരണവിരുദ്ധ വികാരത്തെ മുതലാക്കിയാലാണല്ലോ ഇവിടെ ഭരണത്തിൽ വരാൻ പറ്റുക. അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ ഇവിടെ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ നടത്തുന്നുണ്ടോ? വല്ല പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? സമരങ്ങൾ നടത്തുന്നുണ്ടോ? പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ടോ? ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടത്താത്തതുകൊണ്ട് BJP-ക്ക് അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ BJP-ക്ക് അകത്തെ
പ്രശ്നങ്ങൾ കൊണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇവിടെ ജയിച്ച സുരേഷ് ഗോപി എന്നുള്ളത് ഇവിടുത്തെ BJP നേതാക്കളുടെ പദ്ധതിയല്ല കേട്ടോ, കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രത്തിന്റെ പദ്ധതി ഇവിടെ വിജയിച്ചതാണ്. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ ആ പദ്ധതി പാളിപ്പോയി എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. ഞാൻ അങ്ങനെയല്ല വിചാരിക്കും. ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രം ജയിച്ചു. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് നോക്കുക. സുരേഷ് ഗോപിനേക്കാൾ അപ്പുറമുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് തൃശ്ശൂർ കാണിച്ചു തരാൻ പറ്റുമോ? സുരേഷ് ഗോപി മത്സരിക്കാൻ സുരേഷ് ഗോപി താരമെന്നുള്ള നിലയ്ക്കാണ് തനിക്ക് വോട്ട് കിട്ടിയത്. അല്ലെ, താരമെന്ന നിലയ്ക്കാണ് തനിക്ക് വോട്ട് കിട്ടിയതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും താരമായി നിൽക്കുന്നു എന്നുള്ളതാണ് BJPക്ക് പരാജയം സംഭവിക്കുക. അദ്ദേഹം ഇപ്പോഴും താരമായി അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ളതാണ് പരാജയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ പറയുന്നത് എന്താണ്, ഞാൻ BJPയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിലൊക്കെയല്ല ജയിച്ചു. ശരി, ഞാനൊരു സിനിമാ നടനും ഒരു താരം എന്നുള്ള നിലയ്ക്കും കൂടെ വോട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ജയിച്ചെന്ന് പറയുന്നുണ്ട്. അതൊരു സുരേഷ് ഗോപി തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അതുപോലെയുള്ള പ്രധാനപ്പെട്ട മോഹൻലാലിനെ ഒരു മണ്ഡലത്തിൽ കൊണ്ട് BJP നിർത്തി ജയിക്കില്ലേ? ഞാൻ അതേ നിൽക്കുന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ നേതാക്കളൊന്നും അറിയാതെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു അജണ്ടയായിരുന്നു അത് സുരേഷ് ഗോപിയെ നിർത്തുക എന്നുള്ളത്. BJPക്കും ചെയ്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. താരമായതുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് മാത്രം ഘടകമായിട്ട് ഞാൻ കരുതുന്നില്ല. ഏതായാലും അതാണ്, ദീർഘകാല അടിസ്ഥാനത്തിൽ അത് വിജയിക്കും. ഇപ്പോഴേതായാലും വിജയിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. Meet the editors.